സെക്ഷൻ എന്ന് പറയുന്ന ചാർപിറ്റ് മെത്തേഡാണ്. ചാർപിറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ ലഗ്രാഞ്ചിയസ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലീനിയറിലുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് ഡിറൈവ് ചെയ്ത് സോൾവ് ചെയ്തെടുത്തത്. പക്ഷേ ചാർപിറ്റ് മെത്തേഡിലെന്ന് പറയുമ്പം നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമുക്ക് വരുന്നത്. എന്നുവെച്ചാൽ ചാർപിറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ജനറൽ മെത്തേഡാണ് ഫോർ സോൾവിങ് നോൺ ലീനിയർ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ആ ഇക്വേഷൻസ് വരുന്ന ഒരു ടേം എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് പി ക്യൂ ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫോം എന്ന് പറയുന്നത്. ഇനി ഇതിന് അത്യാവശ്യം നല്ല സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോൺ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ സെഡ് പി ക്യൂ എന്നുള്ള ടേമിൽ നമ്മൾ റെസ്പെക്ട് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ അല്ലെങ്കിൽ സബ്സിഡറി ഇക്വേഷൻ യൂസ് ചെയ്ത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ആ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും അതിനെ ഒരു ഗ്രൂപ്പിംഗ് രീതിയിലോട്ടാക്കിയിട്ട് ഗ്രൂപ്പിംഗ് ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു ഫൈനൽ ഫോമാറ്റിലോട്ട് ആക്കി വേണം നമ്മളിതിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എപ്പോഴും പറയുമ്പോൾ തിയറി ബേസ് പറഞ്ഞാൽ മനസ്സിലായില്ല. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോൾവ് പി എക്സ് പ്ലസ് ക്യു ഐ ഇസ് ഇക്വൽ ടു പി ക്യു യൂസിങ് ചാർപിറ്റ് മെത്തേഡ്. ഇതാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യമേ അറിയാം എഫ് ഓഫ് എക്സ് വൈ ഇസഡ് പി ക്യു ഇസ് ഇക്വൽ ടു 0 എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ അതുപോലെ എടുത്ത് എഴുതാം. ഇതിൽ ഇസിക്വൽ ടു പി ക്യു ആണ്. ഞാൻ അതിനെ ഇസിക്വൽ ടു മാറ്റി സെയിം സൈഡിലോട്ടാക്കിയിട്ട് മൈനസ് പി ക്യു ഇസിക്വൽ ടു 0 എന്നുള്ള ടേമിലോട്ടാണ് ആക്കിയിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിനൊരു ഓക്സിലറി ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഓക്സിലറി ഇക്വേഷൻ എന്താണെന്ന് കൂടെ മെൻഷൻ ചെയ്യാം. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ഡി എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഡോ എഫ് ഓഫ് ഡോ പി ഈസ് ഈക്വൽ ടു ഡി വൈ divided by minus dou f by dou q is equal to dz divided by minus p into dou f by dou p minus q into dou f by dou q is equal to dp divided by dou f by dou x plus p into dou f by dou z is equal to dq divided by dou f by dou y plus q into dou f by dou z. ഇതാണ് നമ്മുടെ ചാർപിറ്റ് മെത്തേഡിൻ്റെ ഓക്സിലറി ഇക്വേഷൻ അല്ലെങ്കിൽ സബ്സിഡറി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ചില ടേംസ് നമ്മളിതിൽ കണ്ടുപിടിക്കണം. ഇപ്പോൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡോ എഫ് ബൈ ഡോ പി കണ്ടുപിടിക്കണം, ഡോ എഫ് ബൈ ഡോ ക്യൂ, ഡോ എഫ് ബൈ ഡോ പി, അതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ ഇസഡ്, ഇതുപോലത്തെ ടേംസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ടേംസ് കണ്ടുപിടിച്ചിട്ട് ഈ ഓക്സിലറി ഇക്വേഷൻ അല്ലെങ്കിൽ സബ്സിഡറി ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എങ്ങനെയെങ്കിലും കാണാതെ പഠിച്ച് വയ്ക്കുക. കാരണം ഈ ചാർപിറ്റ് മെത്തേഡ് ചെയ്യണമെങ്കിൽ ഈ സബ്സിഡറി ഇക്വേഷൻ യൂസ് ചെയ്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുള്ള സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ്. ഈ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് പി ക്യു ഈ ഒരു ടേമിലാണ് നമ്മുടെ ഫംഗ്ഷൻസ് കിടക്കുന്നത്. അതാണ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്നുള്ള ടേമിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ടേമിൽ ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ എടുത്തങ്ങ് എഴുതാം. പി എക്സ് പ്ലസ് ക്യു ഐ മൈനസ് പി ക്യു ഇസ് ഈക്വൽ ടു 0. സോ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പം വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ടേമിലാണ്. നമുക്ക് എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്? പി. ബാക്കിയൊന്നുമില്ല, എക്സിൻ്റെ ടേം ഇല്ല. അടുത്ത് വരുന്നത് ഡോ എഫ് ബൈ ഡോ വൈ ആണ്. വൈയുടെ ടേം വരുമ്പം ക്യൂ. അടുത്തത് ഡോ എഫ് ബൈ ഡോ ഇസഡ് ചെയ്യുക. ഇസഡിൻ്റെ ടേമിൽ ഇവിടെ ഇസഡിൻ്റെ ഡയറക്റ്റ് ടേംസ് ഒന്നുമില്ല. അപ്പോൾ ഇസഡിൻ്റെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ 0. ദെൻ ഡോ എഫ് ബൈ പി ആണ്. ഡോ എഫ് ബൈ പി എന്ന് പറയുമ്പം നമുക്ക് വരുന്നത് എങ്ങനെയാണ്? പിയുടെ ടേം രണ്ടിടത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് മൈനസ് ക്യൂ. അടുത്തത് ഡോ എഫ് ബൈ ഡോ ക്യൂ ആണ് വരുന്നത്. ക്യൂവിനും 2 ടേം ഉണ്ട്. സോ നമുക്ക് കിട്ടുന്നത് വൈ മൈനസ് പി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടി. ഇനി ഡയറക്റ്റ് ഇതിന് എന്ത് ചെയ്താൽ മതി? സബ്സിഡറി ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഡി എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് എക്സ് മൈനസ് ക്യൂ. കാരണം ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് എക്സ് മൈനസ് ക്യൂ is equal to dy divided by minus y minus p is equal to dz divided by minus p into x minus q
മൈനസ് ക്യൂ ഇൻറ്റു വൈ മൈനസ് പി ഇസ് ഈക്വൽ ടു ഡി പി ബൈ പി ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ക്യൂ. ഓക്കെ, ഈ ഫോർമാറ്റിലാണ് വരുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് സോൾവ് ചെയ്ത് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാനിത് ഈ ടേം ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഇപ്പം എനിക്ക് നോക്കുകയാണെങ്കിൽ 5 ടേംസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ 5എണ്ണത്തിലും ഏറ്റവും എളുപ്പമായിട്ട് ഗ്രൂപ്പ് ചെയ്ത് പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ ഏതാണ് യൂസ് എന്ന് നോക്കാം. നമ്മുടെ എയിമേ പിയും ക്യൂവും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പിയും ക്യൂവും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഏതാണ് യൂസ് ചെയ്യുന്നത്, ലാസ്റ്റത്തെ 2 എണ്ണം ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഞാൻ അത് തന്നെ എടുക്കുന്നു. ഡി പി ബൈ പി ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ക്യൂ. ഇനി എപ്പോഴും ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വേരിയബിൾ സെപ്പറേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് അങ്ങ് ചെയ്താൽ മതി. അതിൽ ഗ്രൂപ്പിംഗ് ആണ് ഞാൻ എടുക്കുന്നത്. ഡി പി ബൈ പി ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ക്യൂ. എങ്ങനെ വരും, ലോഗ് പി ഈസ് ഈക്വൽ ടു ലോഗ് ക്യൂ പ്ലസ് സി. അപ്പോൾ ലോഗ് പി മൈനസ് ലോഗ് ക്യൂ ഈസ് ഈക്വൽ ടു സി. ലോഗ് പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു സി. ഇനി ലോഗ് മാറ്റാൻ വേണ്ടി പി ബൈ ക്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇ റേസ് ടു സി വരും. ഞാൻ ഇ റേസ് ടു സി വീണ്ടും സി ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു സി എന്ന് വരും. ഇനി ഇതിൽ ഞാൻ പിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ക്യൂ ഇൻറ്റു സി. അപ്പോൾ എൻ്റെ ഇക്വേഷൻ നമ്പർ എ. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യനാണ് നമ്മൾ എടുക്കുന്ന. ക്വസ്റ്റ്യനല്ല പി എസ് പ്ലസ് ക്യൂ ഐസ് ഇക്വൽ ടു പി ക്യൂ അല്ലേ. അപ്പോൾ ഇതിൽ ഈ ഇക്വേഷൻ എ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യൂ സി പ്ലസ് ക്യൂ വൈ ഈസ് ഈക്വൽ ടു പിയുടെ സ്ഥാനം ക്യൂ സി ഇൻറ്റു ക്യൂ. അപ്പോൾ നമുക്ക് എങ്ങനെ വരും, ക്യൂ സി പ്ലസ് ക്യൂ വൈ ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ സി എന്നുള്ള ഫോമിലാണ് നമുക്ക് വരുന്നത്. ഇനി ഇതിൽ എന്ത് ചെയ്യണം, 2 സൈഡ്സിലും ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 സൈഡിലും ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം സി എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു ക്യൂ സി എന്നുള്ള ഫോമുല കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ക്യൂ കാൽക്കുലേറ്റ് ചെയ്തുകൂടെ. ഇങ്ങനെ വരും സി എക്സ് പ്ലസ് വൈ ബൈ സി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂവിൻ്റെ ഫോമുലയായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ഇക്വേഷനും കിട്ടി. ഇനി ഈ ബി എന്ന് പറയുന്ന ഇക്വേഷൻ എനിക്ക് എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബി ആണ് കിട്ടിയത്. ആ ഇക്വേഷൻ നമ്പർ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു സി ആണ് എയുടെ ഇക്വേഷൻ. അതിൽ പി ക്യൂവിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്, സി എക്സ് പ്ലസ് വൈ ബൈ സി ആണ് ഇൻറ്റു സി. സിയും കട്ട് ചെയ്ത് പോവും. വീണ്ടും നമുക്ക് പിയുടെ വാല്യൂ എക്സിൻ്റെ ടേമിൽ കിട്ടി. കാരണം ആദ്യം എക്സിൻ്റെ ടേമിലല്ല കിട്ടിയത്, എക്സിൻ്റെ ടേമിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ പി ഈസ് ഇക്വൽ ടു സി എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ട് പിയുടെ ഒരു ഇക്വേഷൻ കൂടെ കിട്ടി. സോ അത് ഞാൻ സി ആയിട്ട് എടുത്തു. സോ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഇക്വേഷനിലെ പി ഇൻറ്റു ഡി എക്സ് ആ ഒരു ഫോർമാറ്റ്, ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഫോർമാറ്റിലോട്ട് പി എക്സ് പി വൈ എന്ന് പറയുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡി ഇസഡ് ഇസികൾ, ഇത് പഠിച്ച് തന്നെ വെച്ചേക്കുക. ഡി ഇസഡ് എന്ന് പറയുമ്പോൾ പി ഇൻറ്റു ഡി എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു ഡി വൈ, ഈ ഒരു ഫോർമാറ്റിലോട്ടാണ് ഞാനിനി ആക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഈ ഒരു ഇക്വേഷനിൽ ഇനി ഞാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പി എക്സിലും ക്യൂ വൈയിലും ടേമിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡി ഇസഡ് ഇസ് ഇക്വൽ ടു പിയുടെ വാല്യൂ സി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് ക്യൂവിൻ്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നത്, സി എക്സ് പ്ലസ് വൈ ബൈ സി ഇൻറ്റു ഡി വൈ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് സി എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റൻ്റ് ടേം ഞാൻ ത്രൂ ഔട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൾട്ടിപ്ലൈ സി, ഓക്കെ, ത്രൂ ഔട്ട് ദി സെക്ഷൻ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദി ഫോമുല. സോ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് വരുന്നത് സി ഇൻറ്റു ഡി സെഡ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു സി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി സെഡ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു സി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ. അപ്പോൾ ഇതിൽ ഞാൻ സി എക്സ് പ്ലസ് വൈ രണ്ടിടത്തും ഉണ്ട്, ഞാൻ അതിനെ കോമൺ ആയിട്ട് എടുക്കുവാണ്. അപ്പോൾ അകത്ത് എന്ത് വരും, സി ഇൻറ്റു ഡി എക്സ് പ്ലസ് വൈ എന്നുള്ള ടേമിലാണ് കിട്ടുന്നത്. സി ഇൻറ്റു ഡി എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഡി ഓഫ് എക്സ് പ്ലസ് വൈ. ഇത് കാണാതെ പഠിച്ച് വെച്ചേക്കുക, അറിയേണ്ട സംഭവമാണ്. ഈ ഒരു സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സി ഓഫ് ഡി എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു ഡി ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത്
എന്ത് ചെയ്യുക, ഇത് നേരെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സി ഇൻറ്റു ഡി സെഡ് ഇസ് ഇക്വൽ ടു സി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി ഓഫ് എക്സ് പ്ലസ് വൈ. ഇനി ഇതിൽ ചെയ്യേണ്ടതെന്ന് പറയുമ്പം രണ്ട് സൈഡ്സും ബോത്ത് സൈഡ്സ് എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ സി ഇൻറ്റു ഡി സെഡ് ഇസ് ഇക്വൽ ടു ഇൻറ്റഗ്രേഷൻ ഓഫ് സി എക്സ് പ്ലസ് വൈ ഓഫ് ഡി ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പം നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഞാൻ സി ഇൻറ്റു ഇസഡ് ഇസ് ഇക്വൽ ടു സി എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ബൈ 2 പ്ലസ് C1. ഇനി ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ സി എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ടേമായിട്ടല്ലേ കിടക്കുന്നത്. സി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് എന്ന് വെച്ചാൽ ഇൻറ്റഗ്രേഷൻ ഓഫ് സി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണ് എങ്കിൽ ഇത് ഡി എക്സ് ആണ്. ആ ഒരു ഫോമിലല്ലേ കിടക്കുന്നത്, സി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പം ഇൻറ്റഗ്രേഷൻ ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. അപ്പം ഞാനിവിടെ എന്ത് ചെയ്തു, സി എക്സ് സ്ക്വയർ പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ബൈ 2 പ്ലസ് അവിടുത്തെ കോൺസ്റ്റൻറ്റ്, ഈ ഒരു ഫോം മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ സി സെഡ് എന്ന് പറയുന്നത് സി എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ബൈ 2 പ്ലസ് C1 ആണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ് ചാർപിറ്റ് മെത്തേഡ്. എന്തായാലും ചാർപിറ്റ് മെത്തേഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണും.